നമസ്തേ. ജഗന്നാഥസ്വാമിയുടെയും അദ്ദേഹത്തിൻ്റെ ഭക്തിയുടെയും അതിമനോഹരമായ ഒരു കഥയാണ് ഇന്ന് പറയുന്നത്. മത്സ്യം ഭഗവാന് നിവേദ്യമായി നൽകിയ കഥയാണ് ഇന്ന് പറയുന്നത്. ഭഗവാൻ ഭക്തരുടെ ഭക്തി മാത്രമാണ് ഭഗവാന് വേണ്ടത്. അപ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിലെ ഭക്തി മാത്രം ആഗ്രഹിക്കുന്നവനാണ് നീലഗിരിനാഥനായ ജഗന്നാഥസ്വാമി. ഭഗവാന്റെ സ്നേഹത്തിന് മുന്നിൽ ജാതി മതമോ അതേപോലെ പണക്കാരൻ പാവപ്പെട്ടവൻ എന്നൊന്നുമില്ല. ഇതിനുദാഹരണമാണ് ഒഡീസയിലെ കടൽ തീരത്ത് താമസിച്ചിരുന്ന സൽശ്രീ എന്ന പാവപ്പെട്ട വൃദ്ധയുടെ കഥ. സൽശ്രീ ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു. നിത്യവും മത്സ്യം കഴിക്കുന്നതായിരുന്നു അവരുടെ ശീലം. ഒരിക്കൽ അവർ പുരി ക്ഷേത്രത്തിലെത്തി ജഗന്നാഥ ഭഗവാന്റെ വിഗ്രഹത്തിലെ ചിരിയും വിടർന്ന കണ്ണുകളും കണ്ടപ്പോൾ ആ മാതാവിൻ്റെ ഉള്ളിൽ വാത്സല്യം തിരതല്ലി. ജഗന്നാഥ ഭഗവാന് നിവേദിക്കുന്ന എല്ലാ ആഹാരങ്ങളും മധുരമുള്ളതാണല്ലോ എന്ന് കണ്ടപ്പോൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എരിവുള്ള മീൻ വിഭവം തൻ്റെ ജഗന്നാഥന് നൽകിയാൽ ഭഗവാൻ സന്തോഷിക്കുമെന്ന് ആ പാവം മാതാവ് കരുതി. അപ്പോൾ ഭഗവാൻ എന്ത് നൽകണം എന്നതിനേക്കാൾ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഭഗവാന് നൽകണം എന്നതായിരുന്നു ആ നിഷ്കളങ്ക ഭക്ത വിചാരിച്ചത്. അങ്ങനെ ആ അമ്മ ഭക്തിയോടെ മത്സ്യം പാകം ചെയ്ത് ഒരു വാഴയിലയിൽ പൊതിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് പോയി. എന്നാൽ ക്ഷേത്ര ഗോപുര വാതുക്കൽ വെച്ച് കാവൽക്കാർ അവരെ തടഞ്ഞു നിർത്തി. അശുദ്ധമായത് ആണോ ക്ഷേത്രത്തിനുള്ളിൽ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ് അവർ ആ അമ്മയെ ശകാരിക്കുകയും അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന പൊതി തട്ടിത്തെറിപ്പിക്കുകയും ചെയ്തു. പൊതി ഇങ്ങനെ നിലത്ത് വീണപ്പോൾ അമ്മ തകർന്നുപോയി. തൻ്റെ ഭഗവാന് നൽകാൻ കരുതിയത് മണ്ണിൽ വീണല്ലോ എന്നോർത്ത് അവർ പൊട്ടിക്കരയാൻ തുടങ്ങി. എന്നാൽ ഭക്തന്റെ അഭിമാനം കാക്കുന്ന ഭഗവാൻ അവിടെ ഒരു അത്ഭുതം കാട്ടുകയാണ് ഉണ്ടായത്. നിലത്ത് വീണ വാഴയില തുറന്നു നോക്കിയപ്പോൾ അതിൽ കണ്ടത് മത്സ്യമായിരുന്നില്ല. പകരം സുഗന്ധം വമിക്കുന്ന മഞ്ഞ നിറത്തിൽ വെട്ടിത്തിളങ്ങുന്ന ചക്ക ഉപ്പേരിയും അതുപോലെ തന്നെ ചക്ക വിഭവങ്ങളും ആയിരുന്നു എല്ലാവരും കണ്ടത്. ഭഗവാൻ തൻ്റെ ഭക്തയുടെ വഴിപാട് സ്വീകരിക്കാൻ അതിനെ പവിത്രമായ ഒന്നാക്കി മാറ്റിയിരിക്കുന്നു. ഈ അത്ഭുതം കണ്ട കാവൽക്കാർ ഭക്തി ബഹുമാനങ്ങളോടെ അമ്മയുടെ പാദങ്ങളിൽ വീണു. എന്നാൽ ആ അമ്മയാകട്ടെ തൻ്റെ അറിവില്ലായ്മ ഭഗവാൻ ക്ഷമിച്ചു എന്നും തൻ്റെ സ്നേഹം ഭഗവാൻ സ്വീകരിച്ചു എന്നും മനസ്സിലാക്കി ആനന്ദ കണ്ണീർ വാർത്തു. ഭഗവാന്റെ ആ സ്നേഹത്തിന് മുൻപിൽ ആ അമ്മ തൻ്റെ പഴയ ശീലങ്ങളെല്ലാം ഉപേക്ഷിച്ചു. അന്നു മുതൽ അവർ ജീവിതകാലം മുഴുവൻ സസ്യാഹാരം മാത്രം കഴിക്കാൻ തീരുമാനിച്ചു. എന്നും ജഗന്നാഥ ഭഗവാന് പ്രിയപ്പെട്ട ചക്ക വിഭവങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു. ഭഗവാൻ ജഗന്നാഥൻ ആഗ്രഹിക്കുന്നത് ഭക്തന്റെ സമ്പത്തോ അറിവോ അല്ല, മറിച്ച് ഹൃദയത്തിലെ നിഷ്കളങ്കമായ സ്നേഹവും ഭക്തിയുമാണെന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ നിയമങ്ങളോ ആചാരങ്ങളോ അറിയാത്ത ആ പാവപ്പെട്ട അമ്മയുടെ നിവേദ്യം, അതിലെ സ്നേഹം മാത്രം കണ്ട് ഭഗവാൻ സ്വീകരിച്ചു. ഭക്തൻ എന്ത് നൽകുന്നു എന്നതിനേക്കാൾ ഏത് ഭാവത്തോടെയാണ് നൽകുന്നത് എന്നതിനാണ് ഭഗവാൻ പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ യഥാർത്ഥ ഭക്തി ഒരു മനുഷ്യൻ്റെ ജീവിതത്തെയും സ്വഭാവത്തെയും കൂടുതൽ സാത്വികമായി മാറ്റിയെടുക്കും എന്നാണ് ഈ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്.